നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് മോഹനൻ. ഇന്ത്യ UK വ്യാപാര കരാർ അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി കരാറുകളും വ്യാപാരവും ശക്തമാക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, അങ്ങനെ ആ വ്യാപാര കരാർ, ഇന്ത്യ UK വ്യാപാര കരാർ അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. വലിയ ഒരു നാഴികക്കല്ലെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അനൂപ്, അല്പം മുൻപാണ് ഇത്തരത്തിൽ ഇന്ത്യയിലെ UK എംബസി ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം നടത്തി. അതിന് പിന്നാലെ അത് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇന്ത്യ UK കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് അഗ്രിമെന്റ് ആണ് ഇപ്പോൾ എന്തായാലും അടുത്ത മാസം 15, അതായത് ജൂലൈ 15 മുതൽ നിലവിൽ വരാൻ പോകുന്നത്. ഈ കരാർ പ്രകാരം ഇന്ത്യയിലെ കാർഷിക മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സംസ്കരിച്ച ഭക്ഷണം, അതുപോലെ തന്നെ തുണിത്തരങ്ങൾ, തുകൽ, സമുദ്ര ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ തീരുവ പൂർണ്ണമായിട്ടും നിർത്തലാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള 70% വരെയുള്ള ഈ തീരുവ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകും. സമുദ്രോൽപ്പന്നങ്ങൾക്ക് നിലവിൽ 21.5% വരെയുള്ള തീരുവയുണ്ട്, അതും ഒഴിവായി കിട്ടും. എഞ്ചിനീയറിംഗ് സാമഗ്രികളുടെ 18% തീരുവ ഒഴിവാകും. തുകൽ പാദരക്ഷ ഉൽപ്പന്നങ്ങളുടെ 16% തീരുവ ഒഴിവാകും. അതുപോലെ വസ്ത്രങ്ങളിലെയും തുണിത്തരങ്ങളിലെയും 12%, രാസവസ്തുക്കളുടെ 8% വരെയുള്ള തീരുവയും 0 കുറയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലൂടെ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, തൊഴിലാളികൾ, ഈ ചെറുകിട വ്യവസായികൾ, MSMEകൾ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ, ഇവയ്ക്കെല്ലാം തന്നെ വലിയ ഒരു സാധ്യത തന്നെ തുറന്നു കിട്ടുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രതികരണമായി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ UK ബന്ധത്തിൽ ഈ ഉഭയകക്ഷി കരാറുകൾക്കും അതുപോലെ തന്നെ വ്യാപാരത്തിനും കൂടുതൽ ശക്തി പകരുന്നതാണ് ഈ ഒരു വ്യാപാര കരാർ എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള കെയർ സ്റ്റാമറും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിൽ തുടരുന്നുണ്ട്. ഇവരും G7 ഉച്ചകോടിക്കായിട്ട് അവിടെ എത്തിയതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മുന്നോട്ട് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ വ്യാപാര കരാർ ജൂലൈ 15 മുതൽ, അതായത് അടുത്ത മാസം 15 മുതൽ നിലവിൽ വരുന്നു എന്ന പ്രഖ്യാപനം UK ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. അനു അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. G7 ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചർച്ചയിൽ പശ്ചിമേഷ്യൻ സംഘർഷവും ഇന്ത്യൻ നാവികരുടെ മരണവും ഉന്നയിച്ച മോദി സമുദ്രപാതകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും വ്യക്തമാക്കി. ഇന്ത്യ US വ്യാപാര കരാർ ഉടൻ അന്തിമമാകുമെന്ന് ട്രംപ് പറഞ്ഞു. 16 മാസങ്ങൾക്ക് ശേഷം ഇരു നേതാക്കൾക്കുമിടയിൽ നടന്ന കൂടിക്കാഴ്ച നിർണായകമായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷവും വ്യാപാര കരാറും ഇന്ത്യ US ബന്ധവും ചർച്ചയിൽ ഉയർന്നു. സമാധാനം പുലരാൻ ട്രംപ് സ്വീകരിക്കുന്ന നടപടികളെ പുകഴ്ത്തിയ മോദി ഇന്ത്യൻ നാവികരുടെ മരണം ഉന്നയിച്ചെങ്കിലും നടപടികളെ ന്യായീകരിക്കുന്ന നിലപാടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റേത്. തങ്ങളുടെ ജോലി വളരെ പ്രയാസകരമെന്നായിരുന്നു മറുപടി. ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഹോർമുസ് കടലിടുക്കിൽ സ്വതന്ത്ര സഞ്ചാരം സാധ്യമാക്കണമെന്ന് ട്രംപിനോട് മോദി. एक्सेलेंसी, आप और हम सभी इस बात से सहमत है कि हॉर्मुज का खुला रहना एक वैश्विक अर्थव्यवस्था के लिए बहुत ही अनिवार्य है. एक्सेलेंसी, हम हमेशा कहते रहे हैं कि फ्रीडम ऑफ नेविगेशन सुनिश्चित होना चाहिए और इस पर हम सब ने मिलकर के बल देना चाहिए. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നരേന്ദ്രമോദിയുടെ സംഭാവനകളെ ട്രംപ് അഭിനന്ദിച്ചു. അമേരിക്കൻ വിപണിയിലെ ഇന്ത്യൻ വ്യാപാര സാധ്യതയും പുകഴ്ത്തിയ US പ്രസിഡന്റ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടൻ അന്തിമമാകുമെന്ന് പ്രഖ്യാപിച്ചു. നരേന്ദ്രമോദിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവും ട്രംപ് ഫ്രാൻസിലെ വേദിയിൽ ആവർത്തിച്ചു. And we're doing trade deals. We're doing a lot of things. A lot of things are happening between the United States and India. The United States is doing the best we've ever done. We have over $19.2 trillion coming in, and we're building factories. We're building everything. And Prime Minister is building a lot in the United States. He's spending a lot of money in the United States, so we appreciate that. Jobs. പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി നരേന്ദ്രമോദി ചർച്ച നടത്തി. നേരത്തെ G7 ഉച്ചകോടിയിൽ സമുദ്രപാതകളുടെ സുരക്ഷിതത്വവും ഇന്ത്യൻ നാവികർക്ക് നേരെയുള്ള ആക്രമണങ്ങളും മോദി ഉന്നയിച്ചിരുന്നു. 24 ഡൽഹി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് പാർട്ടിയിൽ വീണ്ടും ആവശ്യം. സംസ്ഥാന കൗൺസിലിലാണ് ആവശ്യം ഉയർന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സെക്രട്ടേറിയറ്റ് സ്വജനപക്ഷപാതം നടത്തിയെന്നും അംഗങ്ങൾ ആരോപിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അപക്വമായ പ്രസ്താവനകൾ നിർത്തണമെന്നും സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ പെരുമാറിയത് രാജാവിനെ പോലെയെന്നും LDF ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടെന്നും വിമർശനം ഉയർന്നിരുന്നു. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘ്ന, വീണ്ടും ആവശ്യമുയരുകയാണ് സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന്. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിക്കും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ
നേരെയെല്ലാം രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമുണ്ടല്ലോ. അനൂപ്, ഇന്ന് നടന്ന CPI സംസ്ഥാന കൗൺസിലിലാണ് ഈ ആവശ്യവും അതുപോലെ തന്നെ ഇത്തരം ആരോപണങ്ങളും ഉയർന്നിട്ടുള്ളത്. അത് ഗൗരവപരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് കാണേണ്ടത്. അതിൽ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി വന്നത്. ഈ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടവരിൽ കൊല്ലം ജില്ലാ സെക്രട്ടറി PS സുബാൽ അടക്കമുള്ളവരുണ്ട് എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സ്വജനപക്ഷപാതം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളാണ് ഈ CPI സംസ്ഥാന കൗൺസിൽ ഉയരുകയും ചെയ്തത്. അതുപോലെ തന്നെ ബിനോയ് വിശ്വത്തിനെതിരെയും CPI സംസ്ഥാന സെക്രട്ടറിക്ക് എതിരെയും വലിയ വിമർശനം ഉയരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി അപക്വമായിട്ടുള്ള പ്രസ്താവനകൾ അത് നിർത്തണം, അതുപോലെ തന്നെ ആശാസമരം, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തന വിവാദം, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളിൽ അപക്വമായ കാര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ മൊത്തത്തിൽ LDFനെ കുറിച്ച് നോക്കുമ്പോഴും മുന്നണി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യമുണ്ട്. മുന്നണിക്ക് ഇടതു മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ് കൗൺസിലിൽ അംഗങ്ങൾ വിമർശനമായി ഉന്നയിച്ചത്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, ജനങ്ങളോട് നന്നായി പെരുമാറാൻ കഴിയണം, അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമടക്കം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് CPI സംസ്ഥാന. ശരി, എന്തായാലും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് എന്തായാലും ഉയർന്നിരിക്കുന്നത്. മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ 9 മണിക്കൂറോളം ചോദ്യം ചെയ്ത് ED. രാത്രി 8 മണിയോടുകൂടിയാണ് വീണ ടി മടങ്ങിയത്. ഭർത്താവ് MLA-യുമായ PM മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ എത്തിയത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിലെ ED അന്വേഷണത്തിലാണ് അതിനിർണായക ചോദ്യം ചെയ്യൽ നടന്നത്. രാവിലെ 10:30 ED ആസ്ഥാനത്തെത്തിയ വീണ ടി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തിറങ്ങിയത് രാത്രി 8 മണിയോടെ. ED ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എത്തിയില്ല. ശേഷം ഭർത്താവും MLA-യുമായ PA മുഹമ്മദ് റിയാസിനൊപ്പം ഇന്ന് ഹാജരാവുകയായിരുന്നു. SFIO റിപ്പോർട്ടിന്റെ വിവരങ്ങളും റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. 2016 മുതൽ 2020-21 വരെയുള്ള കാലയളവിൽ 2.78 കോടി രൂപ കരിമണൽ കമ്പനിയായ CMRL IT സേവനങ്ങൾക്കെന്ന പേരിൽ എക്സാലോജിക്കിന് നൽകിയിട്ടുണ്ട്. എന്നാൽ എക്സാലോജിക് CMRL-ന് വേണ്ടി പ്രത്യേക സേവനങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ആദ്യം അന്വേഷണം നടത്തിയ SFIO കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിലായി CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്ത, ജയ എസ് കർത്ത, മകൾ ഷിബി എസ് കർത്ത എന്നിവരെ ED ചോദ്യം ചെയ്തിരുന്നു. 24 കൊച്ചി. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തെ തകർത്ത് NDA-യുടെ ഓപ്പറേഷൻ ടൈഗർ. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ 9-ൽ 6 MP-മാർ വിമത പക്ഷത്തേക്കെന്ന് റിപ്പോർട്ട്. പാർട്ടി വിടുന്നവർ MP സ്ഥാനം രാജിവെച്ച് പോകണമെന്ന് സഞ്ജയ് റൌട്ട് ആവശ്യപ്പെട്ടു. ഉദ്ധവ് വിഭാഗം നാളെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചിട്ടുണ്ട്. വിമത വിഭാഗത്തിന്റെ യോഗവും നാളെ ഡൽഹിയിൽ നടക്കും. സമാജ്വാദി പാർട്ടിയിലെ ഒരു വിഭാഗം NDA-യിലേക്ക് എന്ന് അവകാശപ്പെട്ട് ഉത്തർപ്രദേശ് മന്ത്രി ഓം പ്രകാശ് രാജ്ഭർ രംഗത്ത് വന്നിരുന്നു. വീണ്ടും ഒരു പിളർപ്പിന്റെ ഭീഷണിയിലാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം. പാർട്ടിയുടെ 9 ലോക്സഭാംഗങ്ങളിൽ 6 പേർ ഷിൻഡെ വിഭാഗത്തിലേക്ക് മാറാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. വിമത വിഭാഗത്തിന് ലോക്സഭയിൽ പ്രത്യേക ഗ്രൂപ്പായി അംഗീകാരം നൽകരുതെന്നാവശ്യപ്പെട്ട് പാർട്ടി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയച്ചു. പാർട്ടി മാറാൻ വിമതർക്ക് 15 കോടി രൂപയും ചാർട്ടേഡ് വിമാനവും ലഭിച്ചതായി സഞ്ജയ് റൌട്ട് ആരോപിച്ചു. मुळात त्याने एक मान्य केलं की आम्ही अजूनही टायगर आहोत, भाव तोच आहे, हमी भाव 50 कोटी, पण आज रात्रीपर्यंत सगळ्यांना 15 कोटी रुपये त्यांना आज रात्री पोचतायत आणि मग ते खासदार दिल्लीमध्ये येतील, त्याशिवाय ते विमानात बसायला तयार नाही. വിമതരോട് ഇത്തവണ ക്ഷമിക്കില്ലെന്നും ജനങ്ങൾ പ്രതികരിക്കുമെന്നും സഞ്ജയ് റൌട്ട് മുന്നറിയിപ്പ് നൽകി. നാളെ രാവിലെ 11 മണിക്ക് ഡൽഹിയിൽ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാ MP-മാർക്കും പാർട്ടി വിപ്പ് നൽകി. വിമതർ വിട്ടുനിന്നാൽ പുറത്താക്കാനാണ് നീക്കം. അതേസമയം ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ നാളെ ചേരുന്ന യോഗത്തിന് ശേഷം സ്പീക്കറെ കാണാനാണ് വിമതരുടെ നീക്കം. ശിവസേന സ്ഥാപക ദിനമായ ജൂൺ 19 മുൻപായി ഓപ്പറേഷൻ ടൈഗർ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുമെന്നാണ് ഷിൻഡെ വിഭാഗത്തിന്റെ അവകാശവാദം. അതിനിടെ നിരവധി സമാജ്വാദി പാർട്ടി നേതാക്കൾ BJP-യിൽ ചേരാൻ തയ്യാറാണെന്ന അവകാശവാദവുമായി ഉത്തർപ്രദേശ് മന്ത്രിയും സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി പ്രസിഡന്റുമായ ഓം പ്രകാശ് രാജ്ഭർ രംഗത്ത് വന്നു. വിമത നീക്കമെന്ന റിപ്പോർട്ടുകൾ അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടിയും തള്ളി. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗത്തിന് കൂടിക്കാഴ്ചയ്ക്ക് ലോക്സഭാ സ്പീക്കർ വെള്ളിയാഴ്ച സമയം അനുവദിച്ചു. 24 ഡൽഹി. പാലാ നഗരസഭയിലെ UDF ഭരണസമിതിയിലെ തർക്കത്തിന് താൽക്കാലിക പരിഹാരം. ഓട്ടോ സ്റ്റാൻഡ് വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ ഇന്ന് ചേർന്ന കൗൺസിലിൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. എന്നാൽ വിഷയം ചർച്ച ചെയ്യാതെ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോയതിൽ പ്രതിപക്ഷം എതിർപ്പ് ഉന്നയിച്ചു. അതേസമയം ഇരുകൂട്ടരും നൽകിയ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല.
രണ്ടാഴ്ചയോളം ഭരണപ്രതിസന്ധി ഉണ്ടാക്കിയ വിഷയത്തിനാണ് താൽക്കാലിക വിരാമമായത്. ഹൈക്കോടതി നിർദ്ദേശം വന്നതിന് പിന്നാലെ ഓട്ടോ സ്റ്റാൻഡ് വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കൌൺസിൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഈ വിഷയം എന്ന് പറഞ്ഞാൽ 26 പേരും, അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത് ഓട്ടോ സ്റ്റാൻഡ് വേണമെന്നുള്ളായിരുന്നു. അതിന് നിയമവിരുദ്ധമായിട്ടായിരുന്നു ഉള്ളതാണായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി എങ്ങനെയൊക്കെ പരിഹരിച്ച് ഓട്ടോ സ്റ്റാൻഡ് നിലനിർത്താമെന്നുള്ളത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യാതെ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോയത് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. കോടതിയിലേക്ക് ഇത് കൊടുക്കണമെങ്കിൽ ആറ് കൌൺസിലിന്റെ അനുമതി വേണ്ടേ? കോടതിയിലേക്ക് കൊടുക്കണം. എന്തിനാ കോടതിയിലേക്ക് ഓടിപ്പെടുക്കുന്നത്? ഈ പ്രശ്നം പരിഹരിക്കാനായിരുന്നുവെങ്കിൽ കൌൺസിൽ ചർച്ച ചെയ്ത് പല പോംവഴികൾ പരിശീലിച്ച് നിയമാനുസൃതമായി ചെയ്യാമായിരുന്നല്ലോ. അത് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ് ഞങ്ങൾ നോട്ടീസ് കൊടുത്തതിന് ശേഷം 8-ാം തീയതിയാണ് ലീഗൽ ഒപ്പീനിയൻ വിടുന്നത്. ഓട്ടോ സ്റ്റാൻഡ് വിഷയത്തിന് പരിഹാരമായെങ്കിലും UDF 2 തട്ടിൽ തന്നെയാണ്. മോഷണക്കേസും കയ്യേറ്റം ചെയ്തുവെന്ന കേസും പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. ഇക്കാര്യങ്ങൾ കൂടി പരിഹരിച്ചാൽ മാത്രമേ പ്രതിസന്ധി പൂർണ്ണമായും മാറിയെന്ന് പറയാനാകൂ. വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കാര്യങ്ങളിൽ കൂടി തീർപ്പുണ്ടാക്കാനാണ് UDF നേതൃത്വം ശ്രമിക്കുന്നത്. 24 കോട്ടയം. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം വരുന്നു. ഈ മാസം 30 വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KECB വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് അറിയിപ്പ്. വൈദ്യുതി ലഭ്യതയിൽ 900 മെഗാവാട്ടിന്റെ കുറവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൈദ്യുതി നിയന്ത്രണത്തിന് KECB ഒരുങ്ങുന്നത്. ഇനി ഗോൾക്കാനോ കാണാം. അനിൽ വാസുദേവ് ചേരും. നമസ്കാരം.